ചില്ലി ചിക്കൻ കഴിക്കാൻ തോന്നുമ്പോൾ ചിക്കൻ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കണ്ട. സോയാ ചങ്ക്സ് ഇരിപ്പില്ലേ, അതെടുത്തിട്ട് പോരെ. നമുക്കൊരു അടിപൊളി സോയാ ചില്ലി ഉണ്ടാക്കാം. എൻ്റെ അമ്മേ, എന്തൊരു തള്ള ഈ പെങ്കുച്ച് തള്ളുന്നതെന്നാണോ ചിന്തിക്കുന്നത്? ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. കാരണം ഈ ഒരു ബേസ് കോട്ടൊക്കെ ഇട്ട് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു പെണ്ണുണ്ടേ, ആള് വന്നിട്ട് ചിക്കൻ പോപ്കോൺ ആണെന്നും പറഞ്ഞിട്ടാണ് തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഫ്രൈഡ് സോയയിൽ നിന്ന് സോയ ചില്ലിയിലേക്ക് രൂപമാറ്റം വന്നപ്പോൾ അതിനേലും ഫാൻ ബേസ് കൂടി കേട്ടോ. ഞാൻ ഈ സോയ ആദ്യമായിട്ട് കഴിക്കുന്നത് ഏതാണ്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ട് ജോണി അങ്കിള് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെ ഇതാണ് കറിയായിട്ട് കൊണ്ടുവന്നത്. അന്നേരം അപ്പച്ച വന്നിട്ട് പറഞ്ഞു, എടാ ബീഫ് പോലത്തെ ഒരു സാധനം, എന്നാലും ബീഫല്ല, നമുക്കതൊന്ന് ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്നേരം നമ്മുടെ വീട്ടിൽ ഫോണൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഫോൺ ബൂത്തിൽ പോയി ഈ ജോണി അങ്കിളിനെ വിളിച്ച് വൈഫിനോട് റെസിപ്പി ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത്. അന്ന് വേറൊരു മസാലയായിരുന്നു, പിന്നീട് പരിണമിച്ച് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഈ സോയാ ചില്ലി ഫ്രൈഡ് റൈസിൻ്റെയും ചപ്പാത്തിയുടെയും ഈവൻ ഹക്ക നൂഡിലിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ഒന്നും നോക്കണ്ട, സേവ് ആക്കി വെച്ചോ. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി.